ഹായ്, എല്ലാവർക്കും ഷീസ്കോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 2025 മെയ്ക്ക് ശേഷമുള്ള കറണ്ട് അഫയേഴ്സാണ്. ഫെബ്രുവരി വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. ഈ മാസങ്ങളിൽ, അതായത് 2025 മെയ് മുതൽ 2026 ഫെബ്രുവരി വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറയും. നമ്മൾ ഏകദേശം 60ഓളം ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ചില സ്പെല്ലിംഗ് മിസ്റ്റേക്സുകൾ ഉണ്ടാവും. കാരണം ഞാൻ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തത് കൊണ്ട് തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇൻപുട്ടിൻ്റെ ചില ഡിഫക്ട്സ് കാരണം ഞാൻ ടൈപ്പ് ചെയ്തതിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാണും. അത് ഞാൻ പറയുന്നതായിരിക്കും. അത് നിങ്ങൾ അങ്ങനെ തന്നെ വായിക്കുക, തിരുത്തി വായിക്കേണ്ടത് ഞാൻ അങ്ങനെ പറയുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ആദ്യം എനിക്ക് പറയാനുള്ളത് കോക്ക് ബറോക്ക് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം. ഏത് സംസ്ഥാനത്തെ ഇൻഡിജീനസ് ലിറ്റററി സഭ എന്നാണ് വായിക്കേണ്ടത്. ഏത് സംസ്ഥാനത്തെ ഇൻഡിജീനസ് ലിറ്റററി സഭയാണ് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ തങ്ങളുടെ ഭാഷയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാന ഗവൺമെൻറ്റിനെ സമീപിച്ചത്? ത്രിപുരയാണ്. ഏത് സംസ്ഥാനത്തെ ഇൻഡിജീനസ് ലിറ്റററി സഭയാണ് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ തങ്ങളുടെ ഭാഷയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാന ഗവൺമെൻറ്റിനെ സമീപിച്ചത്? ത്രിപുരയാണ്. ഇനി കോക്ക് ബൊറോക്ക് ലാംഗ്വേജ് ത്രിപുരയുടെ ഏത് വിഭാഗക്കാർ സംസാരിക്കുന്ന ഭാഷയാണ്? ബൊറോക്ക് വംശജരാണ് കോക്ക് ബൊറോക്ക് ലാംഗ്വേജ് സംസാരിക്കുന്നത്. എന്നാണ് കോക്ക് ബൊറോക്ക് ഭാഷയെ ത്രിപുരയുടെ സംസ്ഥാന ഭാഷയായി അംഗീകരിച്ചത്? 1979 ജനുവരി 19 ത്രിപുര സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് കോക്ക് ബൊറോക്ക് ഭാഷയെ അംഗീകരിച്ചത് 1979 ജനുവരി 19 ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഭാഷകളുടെ ലിസ്റ്റാണ് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഭാഷകളുടെ ലിസ്റ്റ്. ഇന്ത്യൻ ഭാഷകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭാഷകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ 344 ക്ലോസ് 1, ആർട്ടിക്കിൾ 351, ആർട്ടിക്കിൾ 344 ക്ലോസ് 1, ആർട്ടിക്കിൾ 351. ഇപ്പോൾ എത്ര ഭാഷകളാണ് 8ാം ഷെഡ്യൂളിലുള്ളത്? ഇപ്പോൾ 22 ഭാഷകളാണ് 8ാം ഷെഡ്യൂളിലുള്ളത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഷകളാണ് 8ാം ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത്? 14. ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഷകളാണ് 8ാം ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത്? 14. യുനെസ്കോയുടെ ഏത് പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് മഡഗാസ്കർ ദ്വീപിലെ യുവജനതയ്ക്ക് സുസ്ഥിര ജീവിത ശൈലികൾ പരിചയപ്പെടുത്തുകയും പരിസ്ഥിതിക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നത്? ബയോകോം പ്രൊജക്റ്റ്. യുനെസ്കോയുടെ ബയോകോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് മഡഗാസ്കർ ദ്വീപിലെ യുവജനതയ്ക്ക് സുസ്ഥിര ജീവിത ശൈലികൾ പരിചയപ്പെടുത്തുകയും പരിസ്ഥിതിക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നത്. ഏത് രാജ്യത്തെ ഗവൺമെൻറ്റാണ് ബുദ്ധമതത്തിലെ തിപിതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്? ഏത് രാജ്യത്തെ ഗവൺമെൻറ്റാണ് ബുദ്ധമതത്തിലെ തിപിതാക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്? തായ് ഗവൺമെൻറ്റാണ്. സംഗമ രാജവംശത്തിലെ ഏത് രാജാവുമായി ബന്ധപ്പെട്ട രേഖകളാണ് ബംഗളൂരുവിലെ ഫാൽക്കൺ കോയിൻസ് ഗ്യാലറിയിൽ പ്രദർശിക്കപ്പെട്ടത്? ദേവരായ 1. സംഗമ രാജവംശത്തിലെ ഏത് രാജാവുമായി ബന്ധപ്പെട്ട രേഖകളാണ് ബംഗളൂരുവിലെ ഫാൽക്കൺ കോയിൻസ് ഗ്യാലറിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്? ദേവരായ 1. ഇനി ജൂലൈയിലേക്ക് കടക്കാം. നമ്മൾ ഇത്രയും നേരം കണ്ടത് മെയ് ജൂൺ സമയത്തുള്ള കറണ്ട് അഫയേഴ്സാണ്. ജൂലൈയിലെ കറണ്ട് അഫയേഴ്സാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ജൈനമതത്തിലെ ഏത് ആചാരവുമായി ബന്ധപ്പെട്ടാണ് അടുത്തിടെ ഇൻഡോറിൽ വെച്ച് 3 വയസ്സായ പെൺകുട്ടി മരണപ്പെട്ടത്? ജൈനമതത്തിലെ ഏത് ആചാരവുമായി ബന്ധപ്പെട്ടാണ് അടുത്തിടെ ഇൻഡോറിൽ വെച്ച് 3 വയസ്സായ പെൺകുട്ടി മരണപ്പെട്ടത്? സന്ധാര അഥവാ സല്ലേഖന എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം വരെ ഉപവാസം അനുഷ്ഠിക്കലാണ് സന്ധാര അഥവാ സല്ലേഖന. ജൈനമതത്തിൻ്റെ പ്രധാന ആചാരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആചാരങ്ങളിലാണ് ജൈനമതം അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്? 1 അഹിംസ, 2 സത്യം, 3 ആസ്തേയ, 4 ബ്രഹ്മചര്യ, 5 അപരിഗ്രഹം. എന്താണ് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്? സമായക് ദർശൻ, സമായക് ജ്ഞാന, സമായക് ചരിത്രം. അതായത് റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ്, റൈറ്റ് കണ്ടക്ട്. ഈ 3 കാര്യങ്ങളാണ് ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ഏറ്റവും ആദ്യത്തെ വരൾച്ചയുമായി ബന്ധപ്പെട്ട തെളിവ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ലഭ്യമായിട്ടുള്ളത്? ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് നിന്നാണ്? ഗുട്ടാല, കർണാടകയിലെ ഗുട്ടാലയിൽ നിന്നാണ് തെളിവ് ലഭ്യമായിട്ടുള്ളത്.
ഏത് ചരിത്രകാരനോടാണ് കീഴാടി എക്സ്കവേഷനുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ റീസബ്മിറ്റ് ചെയ്യണമെന്ന ആവശ്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ചത്? പുരാവസ്തു ശാസ്ത്രജ്ഞനായ അമർനാഥ് രാമകൃഷ്ണൻ. അമർനാഥ് രാമകൃഷ്ണനോടാണ് കീഴാടി എക്സ്കവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഒന്നുകൂടി റീസബ്മിറ്റ് ചെയ്യുകയും റിവിഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. കീഴാടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ മധുരയോടടുത്താണ്. ഏത് നദീതീരത്താണ് കീഴാടി ഖനനം നടന്നത്? വൈഗ നദിയുടെ തീരത്താണ്. ഏത് വർഷമാണ് കീഴാടി ഖനനം ആദ്യം നടന്നത്? ഇതുമായി ബന്ധപ്പെട്ട് 293 സൈറ്റുകൾ കണ്ടെത്താൻ സാധിച്ചത് ഏത് വർഷമാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 2015 കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് കീഴാടി സൈറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്? ശിവഗംഗ ജില്ലയിലാണ്. ശിവഗംഗ ജില്ലയിലാണ് കീഴാടി സൈറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏത് ക്ഷേത്രത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി എയർ ഡിഫൻസ് ഗണ്ണുകൾ ഉപയോഗിച്ചെന്ന മാധ്യമങ്ങളുടെ വാദ്യം ഇന്ത്യൻ ആർമി നിഷേധിച്ചത്? ഗോൾഡൻ ടെമ്പിൾ, പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ. സിഖ് ക്ഷേത്രമായ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിലാണ് എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള വാദം ഇന്ത്യൻ ആർമി തള്ളിയത്. എവിടെയാണ് ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ നടക്കുന്നത്? മണിപ്പൂരിലാണ് ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇത് ഏത് സംഭവത്തെ ആസ്പദമാക്കിയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുക്കി സോ മേഖലയിലൂടെയുള്ള മെയ്ത്തികളുടെ ആദ്യത്തെ ആഗമനം ആസ്പദമാക്കിയാണ് ഷിരോയി ലില്ലി ഫെസ്റ്റിവൽ നടക്കുന്നത്. ഏത് വിഭാഗത്തിലെ സ്ത്രീകളാണ് ആചാരങ്ങളുടെ ഭാഗമായിട്ട് മുഖം ടാറ്റു ചെയ്യൽ അവസാനിപ്പിക്കുന്നതായിട്ട് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? ഇന്ത്യയിലെ ഏത് വിഭാഗത്തിലെ സ്ത്രീകളാണ് ആചാരങ്ങളുടെ ഭാഗമായുള്ള മുഖം ടാറ്റു ചെയ്യൽ അവസാനിപ്പിക്കുന്നതായിട്ട് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്? ഒഡീഷയിലെ കന്ധ അഥവാ ഖോണ്ട് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ്. ഒഡീഷയിലെ കന്ധ അഥവാ ഖോണ്ട് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ. എന്നാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ആചരിക്കുന്നത്? ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ആചരിക്കുന്നത്. എത്രാമത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമാണ് കഴിഞ്ഞുപോയത്? 132ാമത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ആരുടെ ജന്മദിനമാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? PC മഹലനോബിസിൻ്റെ ജന്മദിനമാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിൻ്റെ ആശയം എന്തായിരുന്നു? നാഷണൽ സാമ്പിൾ സർവേയുടെ 75ാം വാർഷികം എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിൻ്റെ ആശയം. ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്ലാനറായി അറിയപ്പെടുന്നത് PC മഹലനോബിസാണ്. ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതി, അതായത് ഇൻഡസ്ട്രിയൽ പ്ലാനിൻ്റെ പ്ലാനറായിട്ട് അറിയപ്പെടുന്നത് PC മഹലനോബിസാണ്. അതുകൊണ്ട് തന്നെ ഇത് മഹലനോബിസ് പ്ലാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. ഏത് സംസ്ഥാനത്താണ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശവസംസ്കാര അവശേഷിപ്പുകൾ ലഭിച്ചത്? ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശവസംസ്കാര അവശേഷിപ്പുകൾ ലഭിച്ചത്? ഗുജറാത്തിലെ കച്ചിനടുത്തുള്ള ലഘുബാർ വില്ലേജിൽ നിന്നുമാണ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശവസംസ്കാര അവശേഷിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. ഗുജറാത്തിലെ കച്ചിനടുത്തുള്ള ലഘുബാർ വില്ലേജിൽ നിന്നും. ഇന്ത്യയിലെ ഏത് സാംസ്കാരിക പൈതൃകത്തെ അനുകരിച്ചതിനാലാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡായ പ്രാഡയാണ് പ്രാഡ എന്ന് ആണ് വായിക്കേണ്ടത്. അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ മാറിയതാണ്. പ്രാഡയെ തനത് കലാകാരന്മാർ അതിനെതിരെ മുന്നോട്ട് വന്നു. അതായത് ഇന്ത്യയിലെ ഒരു പ്രത്യേക കല, ഒരു പ്രത്യേക GI ടാഗുള്ള ഒരു സംഭവം മോഷ്ടിച്ചു എന്നുള്ള ആരോപണവുമായിട്ട് ആ തനത് കലാകാരന്മാർ മുന്നോട്ട് വന്നു. പ്രാഡ മോഷ്ടിച്ചു എന്നുള്ള, പ്രാഡ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അവർ മോഷ്ടിച്ചു എന്നുള്ള പേരിൽ ഈ കലാകാരന്മാർ മുന്നോട്ട് വന്നത് എന്തിൻ്റെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോലാപൂരി ചെരുപ്പുകളാണ് കോലാപൂരി ചെരുപ്പുകൾ നിർമ്മിക്കുന്നത് മഹാരാഷ്ട്ര, കർണാടക എന്നീ സ്ഥലങ്ങളിലാണ്. മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട GI ടാഗ് ഉണ്ട്. എന്നാൽ പ്രാഡ ഇത് മോഷ്ടിച്ചു എന്നുള്ള ഒരു ആരോപണമായിട്ട് ഇതിൻ്റെ തനത് കലാകാരന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ടോട്ടൽ റെവല്യൂഷൻ അഥവാ സമ്പൂർണ്ണ ക്രാന്തി എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ നേതാവ് ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ. ടോട്ടൽ റെവല്യൂഷൻ അഥവാ സമ്പൂർണ്ണ ക്രാന്തി എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ നേതാവ് ജയപ്രകാശ് നാരായണനാണ്. സമ്പൂർണ്ണ ക്രാന്തിയുടെയാണ് സമ്പൂർണ്ണ ക്രാന്തിയാണ്. സമ്പൂർണ്ണ ക്രാന്തിയുടെ എത്രാം വാർഷികമാണ് 2025 ആചരിച്ചത്? 51ാമത് വാർഷികമാണ്. 51ാമത് വാർഷികം. ഏത് സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ ക്രാന്തി പ്രഖ്യാപിച്ചത്? ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്? അതായത് ഇലക്ഷനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയെ ഇലക്ഷനെ അയോഗ്യയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ്, ആ സംഭവത്തിലേക്ക് നയിച്ചത് ഈ സമ്പൂർണ്ണ ക്രാന്തി റവല്യൂഷനായിരുന്നു. എന്താണ് അംബുബാച്ചി മേള? ആസാമിലെ കാമാഖ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവി കാമാഖ്യയുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ആഘോഷമാണ് അംബുബാച്ചി മേള.
കാമാഖ്യ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് അംബുബാച്ചി മേള. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതെന്ന്. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതെന്ന്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. 2025 യോഗാ ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശം എന്തായിരുന്നു? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ആണ്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ആണ് 2025 യോഗാ ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശം. സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട ഏത് സംഘടനയ്ക്കാണ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ ആവശ്യമുണ്ടെന്ന് ഖോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് മുന്നോട്ട് വെച്ചത്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിക്കാണ് പുതിയ അധ്യക്ഷനെ ആവശ്യമുണ്ടെന്ന്, അഡ്മിനിസ്ട്രേറ്ററിനെ ആവശ്യമുണ്ടെന്ന് ഖോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് മുന്നോട്ട് വെച്ചത്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ഇതൊക്കെ ഹിസ്റ്ററിയിൽ വരുന്നതാണ്, അവിടെ പറയാം. ഭക്തി പ്രസ്ഥാനത്തിലെ ഏത് കവിയുടെ 648 ജന്മവാർഷികമാണ് ജൂൺ 11 ആചരിച്ചത്? കബീർദാസിൻ്റെ 648 ജന്മവാർഷികമാണ് ജൂൺ 11 ആചരിച്ചത്. ഏത് ഇന്ത്യൻ സംഗീത ഉപകരണമാണ് ബിൽഡിംഗ് ബ്ലോക്ക് സയൻസ് ആർട്ടിക്കിൾ അതിൻ്റെ അതുല്യമായ നോൺ ഇലക്ട്രോണിക് ഡിസൈനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ആകർഷിച്ചത്? ഹാർമോണിയമാണ്. ബിൽഡിംഗ് ബ്ലോക്ക് സയൻസ് ആർട്ടിക്കിളിൻ്റെ അതിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധ ആകർഷിച്ചത് ഹാർമോണിയത്തിൻ്റെയാണ് കേട്ടോ. ഏത് ചോള ചക്രവർത്തിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി ചോള സാമ്രാജ്യത്തിൻ്റെ ഇന്ത്യൻ സമുദ്രാധിപത്യത്തിലേക്കുള്ള സംഭാവനയും ജനാധിപത്യത്തിലേക്കുള്ള സംഭാവനയൊക്കെ ഓർമ്മപ്പെടുത്തിയത്? രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി തമിഴ്നാട് സന്ദർശിച്ച വേളയിലാണ് ചോള സാമ്രാജ്യത്തിൻ്റെ സമുദ്ര ആധിപത്യം അതുപോലെ ജനാധിപത്യം എന്നിവയിലേക്കുള്ള സംഭാവനയൊക്കെ ഓർമ്മപ്പെടുത്തിയത്. ഒഡീഷയുമായി ബന്ധപ്പെട്ട ഏത് കലാപമാണ് NCERT 8ാം ക്ലാസ് പാഠഭാഗത്ത് നിന്ന് ഒഴിവാക്കിയത്? NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒഡീഷയിൽ നടന്ന ഒരു കലാപം ഈയിടെ ഒഴിവാക്കുകയുണ്ടായി. ഏത് കലാപമാണ്? പൈക്ക കലാപമാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ബക്ഷി ജബബന്ധുവിൻ്റെ നേതൃത്വത്തിലാണ് പൈക്ക കലാപം നടന്നത്. ആ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് പൈക്ക കലാപം, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതൊക്കെ നോക്കുക. പുരാതന ചരിത്ര കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഇരുമ്പ് യുഗത്തിലെ അവശിഷ്ടങ്ങൾ തമിഴ്നാട്ടിലെ ഏത് സ്ഥലത്ത് നിന്നുമാണ് കണ്ടെത്തിയത്? പുരാതന ചരിത്ര കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഇരുമ്പ് യുഗത്തിലെ അവശിഷ്ടങ്ങൾ തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിലെ മരുങ്കൂർ എന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഏത് ട്രസ്റ്റാണ് ദലൈലാമയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ ആകർഷിക്കുന്നത്? ഗാർഡൻ ഫോർഡ്രാങ് എന്ന് പറയുന്നത്. ഇത്തവണയും ദലൈലാമ ആ ട്രസ്റ്റിനാണ് തങ്ങളുടെ റീഇൻകാർണേഷൻ്റെ മൊത്ത അധികാരവും എന്ന് പറഞ്ഞിരുന്നു. ഗാർഡൻ ഫോർഡ്രാങ് എന്നാണ് ആ ട്രസ്റ്റിൻ്റെ പേര്. ഏത് സിഖ് ഗുരുവിൻ്റെ 350ാം രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ റെയിൽവേ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചത്? ഏത് സിഖ് ഗുരുവിൻ്റെ 350ാം രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ റെയിൽവേ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുരു തേഗ് ബഹദൂറിൻ്റെയാണ്. 9ാമത്തെ സിഖ് ഗുരുവാണ് ഗുരു തേഗ് ബഹദൂർ. മതപരിവർത്തനമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത് മുഗൾ കാലഘട്ടത്തിൽ. ബീഹാറിലെ ഏത് ഉത്സവമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനായി ബീഹാർ ഗവൺമെൻറ് സാംസ്കാരിക വകുപ്പ് നിർദ്ദേശിച്ചത്? ബീഹാറിലെ ഏത് ഉത്സവമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ബീഹാറിലെ സാംസ്കാരിക വകുപ്പ് നിർദ്ദേശിച്ചത്? ഛാത് പൂജയാണ്. 2025 ഓഗസ്റ്റിൽ ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഏത് സംഭവത്തിൻ്റെ 80ാം വാർഷികമായിരുന്നു? ഓഗസ്റ്റിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായിരുന്നു, 80ാം വാർഷികമായിരുന്നു. 2025 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ച ഇന്ത്യൻ NGO ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്ന ഇന്ത്യൻ NGOയ്ക്കാണ് 2025 രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത്. ഷാഹിന അലി, സഫീന ഹുസൈൻ എന്നിവർക്കാണ് ഇത് ലഭിച്ചത്. ഇതിൽ സഫീന ഹുസൈനാണ് ഈ NGOയുടെ സ്ഥാപക എന്ന് പറയുന്നത്. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്നാണ് അതിൻ്റെ പേര്. ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത ആദിവാസി വിഭാഗങ്ങളാണ് ലാംഗോങ് പൂജ നടത്തുന്നത്? അസാമിലെ തിവ വിഭാഗക്കാരാണ്. ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 130ാം ജന്മവാർഷികമാണ് 2025 സെപ്റ്റംബർ 11 ആചരിച്ചത്? 2025 സെപ്റ്റംബർ 11 ആചരിച്ചത് ആചാര്യ വിനോബ ഭാവെയുടെ 130ാം ജന്മവാർഷികമാണ്. ആചാര്യ വിനോബ ഭാവെ എന്ന് പറയുന്നത് ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹിയായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക.
ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ ഏത് ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തെയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നിർദ്ദേശിച്ചത്? ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ ഏത് ചരിത്രപ്രസിദ്ധമായ സ്ഥലത്തെയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലേക്ക് നിർദ്ദേശിച്ചത്? സാരാനാഥാണ്. സാരാനാഥിൽ നിന്നാണ് അശോക ചക്രമൊക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അത് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എക്സ്കവേഷൻസ് നടന്നിട്ടുള്ള സ്ഥലമാണ് സാരാനാഥ് എന്ന് പറയുന്നത്. മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ വെർച്വൽ മ്യൂസിയം യുനെസ്കോ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുകയുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ വെർച്വൽ മ്യൂസിയം യുനെസ്കോ സ്ഥാപിച്ചിരിക്കുന്നത് ബാഴ്സലോണയിലാണ്. ബാഴ്സലോണ സ്പെയിനിലാണ്. ഗുജറാത്തിലെ ഏത് സ്ഥലത്താണ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സൈറ്റ് കൂടി തിരിച്ചറിയപ്പെട്ടത്? ഖോഡ ബാഡ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗുജറാത്തിൽ ഒരുപാട് സൈറ്റുകളുണ്ട്. ഗുജറാത്തിലെ സൈറ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഏത് സ്വാതന്ത്ര്യ സമര നേതാവിൻ്റെ 150-ാം ജന്മവാർഷികമാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത്? രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് നമുക്കറിയാം. ഏകതാ പ്രതിമ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ്. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. 150-ാം ജന്മവാർഷികമായിരുന്നു 2025 ഉണ്ടായിരുന്നത്. 2025 100-ാം വാർഷികം ആഘോഷിച്ച ഭരണഘടനാ സ്ഥാപനം UPSC ആണ്. UPSC ആണ് 2025 100-ാം വാർഷികം ആചരിച്ച ഭരണഘടനാ സ്ഥാപനം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആദ്യമായിട്ട് UPSC എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വരുന്നത്. 1926 ഒക്ടോബർ 1 UPSC സ്ഥാപിക്കുന്നത്. 1926 ഒക്ടോബർ 1 UPSC സ്ഥാപിക്കുന്നത്. 1926 ഒക്ടോബർ 1. ഏത് പ്രധാനപ്പെട്ട നിയമമാണ് 2025 20 വർഷം കഴിഞ്ഞത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് 2025 20 വർഷം കഴിഞ്ഞത്. നീതിയുക്തമല്ലാത്ത ഇലക്ട്രോണിക് വെഹിക്കിൾ ആൻഡ് ബാറ്ററി സബ്സിഡികൾക്കെതിരെ ഇന്ത്യക്കെതിരെ ഏത് രാജ്യമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ സമീപിച്ചത്? ചൈനയാണ് നീതിയുക്തമല്ലാത്ത ഇലക്ട്രോണിക് വെഹിക്കിൾ ആൻഡ് ബാറ്ററി സബ്സിഡികൾ കൊടുക്കുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ WTOയെ സമീപിച്ചത്. ശ്രീരാമൻ്റെ 77 അടി ഉയരമുള്ള വെങ്കല പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഗോവയിലാണ്. ശ്രീരാമൻ്റെ 77 അടി ഉയരമുള്ള വെങ്കല പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത് ഗോവയിലാണ്. ഏത് രാജവംശവുമായി ബന്ധപ്പെട്ട സ്വർണ്ണ നാണയങ്ങളാണ് ഖനനം ചെയ്ത് ഈ അടുത്ത കാലത്ത് എടുത്തത്? വിജയനഗര കാലഘട്ടത്തിലുള്ള ലേറ്റ് ചോള പീരീഡിലെ കോവിലൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഖനനം നടന്നത്. എന്താണ് മഹത് സത്യാഗ്രഹം? ഇന്ത്യയിലെ ദളിതർക്ക് കുടിവെള്ളവും അടിസ്ഥാന ആവശ്യങ്ങളും നിഷേധിച്ചതിനെതിരെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മഹത് സത്യാഗ്രഹം. ഇത് 1927 മാർച്ച് 19 നടന്നത്. ഇന്ത്യയിലെ ദളിതർക്ക് കുടിവെള്ളവും അടിസ്ഥാന ആവശ്യങ്ങളും നിഷേധിച്ചതിനെതിരെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മഹത് സത്യാഗ്രഹം. ഇത് 1927 മാർച്ച് 19, 20 എന്നീ തീയതികളിലായിരുന്നു. 19 സ്റ്റാർട്ട് ചെയ്തത്. ഡോക്ടർ BR അംബേദ്കർ 70-ാം ചരമവാർഷികം എന്ത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? മഹാപരിനിർവാൺ ദിവസമായിട്ടാണ്. മഹാപരിനിർവാൺ ദിവസം ഇത് ഡിസംബർ 6 ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസം. ഇത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ചരമദിനമാണെന്ന് ഓർക്കുക. ദണ്ഡാമി മരിയ ആദിവാസി വിഭാഗങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്? ദണ്ഡാമി മരിയ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗങ്ങൾ ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലാണ് ഉള്ളത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏത് വനിതാ നേതാവിനെയാണ് പ്രധാനമന്ത്രി അവരുടെ ജന്മവാർഷിക ദിനത്തിൽ അനുസ്മരിച്ചത്? ഫെബ്രുവരിയിലാണ് സാവിത്രിബായി ഫുലെയുടെ ജന്മവാർഷികം. അതിൻ്റെ ഡേറ്റ് ഞാൻ കറക്റ്റ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഒഡീഷയിലെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏത് വനിതയാണ് മദർ തെരേസ ഓഫ് വെസ്റ്റേൺ ഒഡീഷ എന്നറിയപ്പെടുന്നതും അവരുടെ 100-ാം വാർഷികം 2026 ആചരിക്കുന്നതും? പ്രഭതി ഗിരിയാണ് മദർ തെരേസ ഓഫ് വെസ്റ്റേൺ ഒഡീഷ എന്ന് പറയുന്നത്. അവർ ഒഡീഷയിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വനിതയായിരുന്നു. ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത ധാന്യ സംഭരണ രീതിയാണ് പത്താര അഥവാ ഖോനി? ആന്ധ്രാപ്രദേശിലാണ്. പത്താര അഥവാ ഖോനി എന്നറിയപ്പെടുന്ന ധാന്യ സംഭരണ കലവറകൾ സ്ഥിതി ചെയ്യുന്നത്
ആന്ധ്രാപ്രദേശിലാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത മേഘാലയയിലെ പ്രത്യേകത ലിവിങ് റൂട്ട് ബ്രിഡ്ജ്, ല്യൂ ചുരായി. ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് അല്ലെങ്കിൽ ല്യൂ ചുരായി എന്ന് പറയുന്ന സംഗതികളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്തത്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സ്ഥലങ്ങളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടത്? ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സ്ഥലങ്ങളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടത്? ലളിത് ഗിരി, ഉദയഗിരി, രത്നഗിരി. ഇവ ഡയമണ്ട് ട്രയാങ്കിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ലളിത് ഗിരി, ഉദയഗിരി, രത്നഗിരി എന്നിവയാണ് ചേർക്കപ്പെട്ടത്. ആരുടെ ജന്മദിനമാണ് പരാക്രം ദിവസമായി ആചരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ. അദ്ദേഹം 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിച്ചത്. 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വർഷത്തെ ഹിസ്റ്ററി ആൻഡ് അതേപോലെ 2025 മെയ് തൊട്ട് 2026 ഫെബ്രുവരി വരെയുള്ള ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എന്നുള്ള ഭാഗത്തു നിന്നുള്ള കറണ്ട് അഫയേഴ്സാണ്. ഇത് നോക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ടൈം സ്പാനിലുള്ള പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് UPSC അതേപോലെ ഡിഗ്രി പ്രിലിംസിനൊക്കെ ഏകദേശം ഐഡിയ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. ഞാൻ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇട്ടിട്ടില്ല. ഞാനിപ്പം ഇന്ത്യ അതേപോലെ വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് കീഴാടി എക്സ്കവേഷൻ, ആ ഒരു പോർഷനൊക്കെ നോക്കുക. അവിടെ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിഗ്രി പ്രിലിംസിന് അതേപോലെ UPSC ലെവൽ ആയിട്ടുള്ള എക്സാമിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൂടുതൽ അഡീഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. 2025 മെയ് മുതൽ ഫെബ്രുവരി വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. മാർച്ചിലുള്ളത് അതേപോലെ മാർച്ച് ടു മെയ് നമ്മൾ ഒരു പുതിയ ക്ലാസ്സിൽ വേറൊരു ക്ലാസ്സിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് കമ്പൈൽ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയും. ഇതുകൊണ്ട് ഉപയോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.